ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാർക്കും ഫാമിലി പെൻഷനേഴ്സിനും ലഭിക്കുന്ന പെൻഷനിൽ തടസ്സം നേരിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷനിൽ തടസ്സം നേരിടാനുള്ള പ്രധാന കാരണമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് നൽകാത്തത്. പലർക്കും ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് അറിയാൻ സാധിക്കുന്നില്ല. ഇതുമൂലം സമയത്ത് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാനും സാധിക്കുന്നില്ല. ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് നോക്കാം. സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് ലൈഫ് സർട്ടിഫിക്കറ്റ് ഡ്യൂ ആകുന്ന മാസം മുതൽ, അതായത് മെയ് മാസം ലൈഫ് സർട്ടിഫിക്കറ്റ് ഡ്യൂ ആകുന്ന പെൻഷനറിന് മെയ് 1-ാം തീയതി മുതൽ സ്പർശിൽ നിന്നും ഇത് സംബന്ധിച്ച മെസ്സേജ് തങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ലഭിച്ചു തുടങ്ങും. ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം, സ്പർശിൽ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നത് ആ മാസത്തിൻ്റെ അവസാന ദിവസമായിരിക്കും. ഇങ്ങനെ സ്പർശിൽ നിന്നും ലഭിക്കുന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് അറിയാൻ സാധിക്കും. ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് അറിയാൻ മറ്റൊരു മാർഗം സ്പർശിൽ നിന്നും പെൻഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. നമ്മുടെ പെൻഷൻ സ്ലിപ്പിന് താഴെയായി ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് നൽകിയിരിക്കും. ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് അറിയാൻ മറ്റൊരു മാർഗം, സ്പർശിൽ നമുക്ക് ലഭിച്ച യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഹോം സ്ക്രീനിൽ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കും. അതുപോലെ തന്നെ പെൻഷൻ സംബന്ധിച്ച അഡ്വാൻസ് മെസ്സേജ് ഇമെയിലായി ലഭിക്കുന്നവർക്ക് തങ്ങൾക്ക് ലഭിച്ച മെസ്സേജിന് താഴെയായി ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് നൽകിയിരിക്കും. ഇനി ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, ലൈഫ് സർട്ടിഫിക്കറ്റ് മെയ് മാസം ഡ്യൂ ആയിട്ടുള്ള പെൻഷനറിന് ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നത് 30 മെയ് 2025 ആയിരിക്കും. അദ്ദേഹത്തിന് മെയ് മാസം ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും മെയ് മാസത്തെ പെൻഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ ജൂൺ 20-നുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാത്ത പക്ഷം ജൂൺ മാസത്തെ പെൻഷൻ ലഭിക്കില്ല. മെയ് മാസം ലൈഫ് സർട്ടിഫിക്കറ്റ് ഡ്യൂ ആയ പെൻഷനർ ജൂൺ മാസം 20-ന് ശേഷമോ ജൂലൈ മാസം ആദ്യമോ ആണ് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെങ്കിൽ ജൂണിലെ പെൻഷൻ ജൂലൈ ആദ്യ ആഴ്ചയിൽ ലഭിക്കുന്നതാണ്. കഴിവതും ലൈഫ് സർട്ടിഫിക്കറ്റ് ഡ്യൂ ആകുന്ന മാസം തന്നെ നൽകാൻ ശ്രമിക്കുക. ഇനി ലൈഫ് സർട്ടിഫിക്കറ്റ് ഡ്യൂ ആകാൻ ഉദാഹരണത്തിന് 3-4 മാസം ബാക്കിയുള്ള വിമുക്ത ഭടൻ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് പോകുന്നതിന് മുൻപായി നൽകാൻ സാധിക്കും. അതായത് സ്പർശിൽ നമ്മൾ എന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നുവോ അന്നു മുതൽ 1 വർഷത്തേക്ക് ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ആകുന്നതാണ്. ഇനി ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. കഴിവതും ലൈഫ് സർട്ടിഫിക്കറ്റ് തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് സ്പർശിൽ ലോഗിൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ അപ്പോൾ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്പർശിൽ അപ്ഡേറ്റ് ആകുന്നതാണ്. ജീവൻ പ്രമാൺ വഴി ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ സ്പർശിൽ അപ്ഡേറ്റ് ആകാൻ സമയമെടുക്കുകയും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ റിജക്റ്റ് ആകുകയും ചെയ്യും. ആയതിനാൽ കഴിവതും DPDOയിലോ സ്പർശിനെ പറ്റി അറിയാവുന്ന ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ ശ്രമിക്കുക. കിടപ്പ് രോഗികളായ പെൻഷനേഴ്സിന് ലൈഫ് സർട്ടിഫിക്കറ്റ് മാനുവലായി നൽകാൻ സാധിക്കും. സ്പർശിൽ നിന്നും മാനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഗസറ്റഡ് ഓഫീസറുടെ സൈൻ ചെയ്യിച്ച് സ്പർശിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.